ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ പറയാൻ പോകും എനിക്ക് എൻ്റെ നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളാണെങ്കിൽ അതിൽ ഓൾറെഡി സാംസങ്ങിൻ്റെ S23 ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ സെക്കൻഡറി ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട്, ഐഫോൺ അല്ലാണ്ട്. അപ്പോൾ ഇത് ഞാൻ റീസെൻ്റ്ലി ഇത് എങ്ങനെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് പ്രൈസ് കുറഞ്ഞിട്ട് കിട്ടി. 35,000 രൂപയ്ക്കൊക്കെ നമ്മളിത് വാങ്ങിച്ചത്. അത് എങ്ങനെയാണ് വാങ്ങിച്ചതെന്നൊക്കെ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഒഫീഷ്യൽ ഒറിജിനൽ സാധനമാണ്, അല്ലാണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സംഭവമൊന്നുമല്ല. ഒറിജിനൽ ഫ്രഷ് സാധനമാണ് നമ്മൾ ഈ റേഞ്ചിൽ വാങ്ങിച്ചത്. അപ്പോൾ എങ്ങനെ വാങ്ങിച്ചത് ആ വീഡിയോ കണ്ടുനോക്കുക, നമ്മുടെ ഈ മെയിൻ ചാനലിലുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കും, നമ്മുടെ സാംസങ്ങിൻ്റെ S24 ഒക്കെ ഇറങ്ങിയപ്പോൾ ഗാലക്സി A എന്ന് പറഞ്ഞൊരു ഫീച്ചർ വെച്ചിട്ടാണ് അവർ ആ ഫുൾ മോഡൽ ഇറക്കിയത്. അപ്പോൾ ആ അപ്ഡേറ്റ് ആക്ച്വലി S23 സീരീസിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് മുമ്പ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സാംസങ് S23ൻ്റെ S24 നോക്കിക്കഴിഞ്ഞാൽ AI ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു 95% മുകളിലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള കട്ട് ഡൗൺ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗാലക്സി S24 എടുത്തവർക്ക് ശരിക്കും നഷ്ടം തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊസസ്സർ എക്സിനോസ് ആയിരുന്നു. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഡൗൺ ഗ്രേഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചില ഏരിയയിൽ, മിക്ക ഏരിയയിലും ഗെയിമിങ്ങിന് മാത്രം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അല്ലാണ്ട് വലിയ ബെനിഫിറ്റ് സംഭവമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും വെച്ചാൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭയങ്കര ഇഷ്ടപ്പെടും. AI ഫീച്ചേഴ്സ് അത്യാവശ്യം നല്ല കുറേ ഫീച്ചേഴ്സുകളുണ്ട്. നമുക്ക് വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നമുക്കിതിൽ സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്നിട്ടില്ല. അതായത് സെക്യൂരിറ്റി അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയിക്കും കറക്റ്റായിട്ട് ഒരു മാസം ആകുമ്പോൾ വരുന്നുണ്ട്. അതൊക്കെ സാംസങ്ങിന് സമ്മതിക്കാൻ വേണം. കറക്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സാലറി വരുന്ന പോലെ 30 ദിവസം വരുന്ന പോലെ കറക്റ്റായിട്ട് ഇതിൽ വരുന്നുണ്ട്. ഇതെന്തായാലും ഏപ്രിലേക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് അറിയാം ഏപ്രിൽ ആണുള്ളൂ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ വേറെ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ലുക്കിലായാലും വേറെ സംഭവമൊന്നും വരില്ല. പക്ഷേ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു. നമുക്ക് 3GB അടുത്തുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു പുതിയ ആൻഡ്രോയിഡ് വേർഷൻ ഇറങ്ങുന്ന പോലത്തെ ഒരു സൈസ് ഉണ്ടായിരുന്നു ഈ നമ്മുടെ One UI 6.1 അത് നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ഓൾറെഡി ഒരു സാംസങ് S23 ഡിവൈസ് ഉണ്ടെങ്കിൽ മറക്കണ്ട. എന്ന് വെച്ചാൽ നല്ല സൈസ് ഉണ്ട്. വൈഫൈയിൽ മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിൽ നമുക്ക് വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഞാൻ അടുത്ത് കാണിച്ചു തരാം. നമ്മുടെ ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു അഡ്വാൻസ് ഫീച്ചർ എന്നൊരു സംഭവം കാണാം. അതിൽ കയറി കഴിഞ്ഞാൽ മുകളിൽ കണ്ടോ അഡ്വാൻസ് ഇൻ്റലിജൻസ്. അതാണ് നമുക്ക് ഈ ഗാലക്സി A സംഭവങ്ങൾ ഫുള്ള് വന്നേക്കുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ സാധനങ്ങൾ കാണാം. ഫോൺ, സാംസങ് കീബോർഡ്, ഇൻ്റർപ്രറ്റർ, സാംസങ് നോട്ടിൽ വോയിസ് നോട്ട്, സാംസങ് ഇൻ്റർനെറ്റ്, ഫോട്ടോ എഡിറ്റർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫോട്ടോ എഡിറ്ററാണ്. ഞാനിത് ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ഫോണിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമുക്കിതിൽ ഫോണിൽ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ നമുക്കിതിൽ വോയിസ് ട്രാൻസ്ലേഷൻ സംഭവങ്ങളൊക്കെ മാറ്റാൻ പറ്റും. നമുക്ക് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഏത് ലാംഗ്വേജ് പാക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ മാറ്റി കൊടുത്താൽ മതി. അങ്ങനെ ഒരു കിടിലൻ ഫീച്ചർ ഉണ്ട്. അതായത് നമുക്കിതിൽ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അപ്പുറത്തെ ആൾ ഹിന്ദി വേണം നിങ്ങൾക്ക് നമ്മൾ മലയാളത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്തിട്ട് ഹിന്ദിയിലേക്ക് മാറ്റിയിട്ട് അവിടെ കേൾപ്പിക്കും. അപ്പോൾ ഇതിൽ ഫുള്ളി ലാംഗ്വേജ് സപ്പോർട്ട് വന്നിട്ടില്ല. അത് വേറെ കാര്യം. മലയാളത്തിൽ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാട്ടോ. ഇപ്പോൾ വരും, എന്നാലും പതുക്കെ വരും. സാംസങ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കിടിലൻ ഫീച്ചർ വന്നിട്ടുണ്ട് ഫോൺ ഇതിൽ. പിന്നെ വന്നിരിക്കുന്നത് സാംസങ് കീബോർഡിലാണ്. സാംസങ് കീബോർഡിൽ തന്നെ കുറേ എക്സ്ട്രാ AI ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഗ്രാമേഴ്സ്, സ്പെല്ലിങ്സ് അത് ഓൾറെഡി ഉണ്ടാകുന്നതാണ്. നമുക്ക് പിന്നെ ഓരോന്നായി സെലക്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആക്ച്വലി ഈ നോട്ടിഫിക്കേഷൻ പാനലിൽ തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ഇൻ്റർപ്രറ്റർ. അതായത് നമുക്ക് ലൈവ് കൺവെർസേഷൻ ചെയ്യും. അപ്പോൾ നിങ്ങളിപ്പോൾ പുറത്തേതെങ്കിലും രാജ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിതിൽ സംസാരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് ഓട്ടോമാറ്റിക്കലി അവരുടെ ഭാഷയിൽ കൺവേർട്ട് ആയിട്ട് അവിടെ എഴുതി കാണിക്കുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ ഒരു കിടലൻ സംഭവം വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് സാംസങ് നോട്ടിലാണ്. അത് നമുക്ക് നമ്മുടെ നോട്ട് ഉണ്ടാക്കാനൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ChatGPT ഒക്കെ പോലെ അത്യാവശ്യം ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഓട്ടോമാറ്റിക്കലി സമ്മറൈസ് ചെയ്ത് തരും. അത് ഞാൻ അതിൻ്റെ വേറെ ഫീച്ചർ ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ വോയിസ് റെക്കോർഡറിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മളെന്തെങ്കിലും നമ്മുടെ ഒരു വോയിസ് റെക്കോർഡിംഗ് സംഭവങ്ങളൊക്കെ നമ്മളിലുണ്ട്. അത് വേണമെങ്കിൽ ആക്ച്വലി ഇവരിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗാലക്സി AI അത് ആ വോയിസ് നോട്ട് തപ്പിപ്പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നോട്ട്സ് ആക്കിയിട്ട് നമുക്ക് മാറ്റിത്തരും. അതൊക്കെ കിടിലൻ പരിപാടിയാണ്. നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും ലെക്ചറിങ് നോട്ട്സൊക്കെ റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ശരിക്കും നോട്ട്സ് ആക്കിയിട്ട് കൺവേർട്ട് തരും. കിടിലൻ സംഭവം അത് സാംസങ് ഇൻ്റർനെറ്റിൽ. അതായത് ഒരു ബ്രൗസറിൻ്റെ പേരാണ് സാംസങ് ഇൻ്റർനെറ്റ്. അതിൽ നമുക്ക് ആക്ച്വലി ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് അത് സമ്മറൈസ് ചെയ്ത് തരും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളൊരു വലിയൊരു പുതിയ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക. ആ ന്യൂസ് സമ്മറൈസ് ചെയ്ത് വേണമെന്ന് വെച്ചാൽ അവർ താഴെ ക്ലിക്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വലിയ ഇപ്പോൾ ഒരു 15 പാരഗ്രാഫ് ഉണ്ടിരിക്കുക. അത് സമ്മറൈസ് ചെയ്തിട്ട് ചെറിയൊരു ഇതാക്കി തരും. അതും കിടലാൻ പറ്റില്ല. ടൈം സേവിങ് ഭയങ്കര. പിന്നെ വന്നിരിക്കുന്നതാണ് ഫോട്ടോ എഡിറ്റർ. ഫോട്ടോ എഡിറ്റർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവമാണ്. നമുക്ക് എഡിറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്ത് ഇതിൽ എടുത്ത ഫോട്ടോ ഒന്നും വേണമെന്നില്ല. നമുക്ക് ഏത് ഫോട്ടോ ചെയ്യാം. അതാണ് പ്രത്യേകത. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നമുക്ക് വേണമെങ്കിൽ ഒരാളുടെ ലൊക്കേഷൻ എടുത്ത് അങ്ങോട്ട് വയ്ക്കാം. ആ AI ബാക്കിയെല്ലാം ചെയ്തോളും. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മളെ കട്ട് ചെയ്തിട്ട് അവിടേക്ക് വെക്കുമ്പോൾ ഇവിടെ ഗ്യാപ്പ് ആയല്ലോ. അത് AI ഓട്ടോമാറ്റിക്കലി അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തോളും. അറിയാത്ത പോലെ ഫില്ല് ചെയ്തോളും. എന്ന് വെച്ചാൽ നമ്മളിത് എഡിറ്റ് ചെയ്ത ഫോട്ടോ ഒന്നും മനസ്സിലാവില്ല. ഒരു 95% മനസ്സിലാവില്ല. ചില ഫോട്ടോയിൽ 99%
സംസാരിച്ച് മനസ്സിലാവില്ല. അപ്പോൾ അത്രയ്ക്കും ക്ലിയർ ആയിട്ട് സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒരു കിടിലൻ ഫീച്ചർ തന്നെയാണ്. ഇപ്പോൾ ഇതാണ് മെയിൻ ഫീച്ചേഴ്സ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി പതുക്കെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊരു കിടിലൻ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. അപ്പോൾ നിങ്ങളതിൽ S23 ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും നല്ല സൈസ് വരും, അത് വേറെ കാര്യം. പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ബാറ്ററി ബാക്കപ്പും കൂടിയിട്ടുണ്ട്. നമ്മൾ വെച്ചാൽ നോർമലി കിട്ടാറിലായിട്ടും ബാറ്ററി ബാക്കപ്പ് കൂടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അതെടുത്ത് പറയണം. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട, കിടിലൻ അപ്ഡേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് പറയാൻ വന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ പുതിയ ചാനലായി GHH വേൾഡ് കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.